8 വർഷമെന്ന് പറയുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസിന്റെ വിധി വരാനുള്ള കാലയളവ് അത് ഏറെ വലുത് തന്നെയായിരുന്നു. അതിനിടയിൽ ധാരാളം സംഭവവികാസങ്ങൾ, ട്വിസ്റ്റുകൾ, കേസ് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, സാക്ഷികളെ സ്വാധീനിക്കുന്നത്, അങ്ങനെ ഒരുപക്ഷെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരുപാട് സംഭവവികാസങ്ങൾക്ക് കൂടി സാക്ഷിയായ ഒരു കേസാണ്. അങ്ങനെ ഒരു അന്തിമ വിധിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള മനസാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസ് എന്ന നിലയിൽ ഏറെ ആളുകൾ അത് ഉറ്റുനോക്കുന്ന ഒരു കേസ് കൂടിയാണ്. അങ്ങനെ നമ്മളിതൊരു വിധി ദിനത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളെയും വിലയിരുത്തുക? എന്നിപ്പോൾ എല്ലാ സാക്ഷികളും എല്ലാ പ്രതികളും ഹാജരാകുമെന്ന് പറയുന്നപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ നടപടിക്രമങ്ങൾ ഇന്ന് എന്തൊക്കെ സംഭവിക്കുമെന്നറിയണം. അതിനുശേഷം നമുക്ക് കേസിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. നൗഫൽ ജിൽസേവ്, ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും എറണാകുളം ജില്ലാ കോടതിയിൽ ജഡ്ജി ഹണിയം വർഗീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി പറയുക. 11 മണിക്കാണ് കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അതിനുശേഷം ഒരു പരമാവധി 1 മണിക്കൂറിനകം ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 8 വർഷത്തെ കാത്തിരിപ്പിന് എന്താണ് കോടതി കരുതി വച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു ചിത്രം വ്യക്തമാകും. എന്തായാലും കഴിഞ്ഞ 2017 മുതൽ ഇങ്ങോട്ട് ഒരു അതിജീവിതയുടെ നീണ്ടകാലത്തെ പോരാട്ടത്തിന് നേരത്തെ ജിൽസ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്ന് ഈ മാസം 8-ന് ഇന്നിപ്പോൾ പുലരിയാണ്. സ്വാഭാവികമായും എന്താണ് ആ പോരാട്ടത്തിന്റെ അന്തിമ ഫലം എന്നതുൾപ്പെടെ ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഇന്ന് ഈ കോടതി നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ പങ്ക് തെളിയിക്കപ്പെടുക എന്നൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കോടതി വിധി പറയുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇവരെ ശിക്ഷാവിധി ഇന്നും ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം ഒരു ദിവസമെങ്കിലും ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കൂടി പറയാനുള്ള അത് നിയമപരമായ ഒരു റൈറ്റാണ്. അതുകൂടി വകവെച്ചതിന് ശേഷമായിരിക്കും തൊട്ടടുത്തൊരു ദിവസമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ ജൽസി തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ശിക്ഷാവിധി കേൾക്കുന്നതിന് വേണ്ടി എറണാകുളം ഈ വിചാരണ കോടതി, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജില്ലാ കോടതി സമുച്ചയത്തിലാണ് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഈ ഹണിയം വർഗീസിന്റെ അന്നു മുതലേ ഇവിടെ തന്നെയാണ്. പക്ഷേ അവരാണ് ഇപ്പോൾ ജില്ലാ സെഷൻസ് ജഡ്ജ് എന്ന് പറയുന്നത്. അവരുടെ ഈ കോടതി സമുച്ചയത്തിൽ 10-10:30 മുഴുവൻ പ്രതികളും ഹാജരാകുമെന്നാണ്. ഇന്ന് ഈ വിധി പറയുന്ന ദിവസത്തിൽ എല്ലാവരും ഈ ജില്ലാ കോടതി സമുച്ചയത്തിൽ എത്തണം, ഈ കോടതി ഹാളിൽ ഹാജരാകണം എന്നുള്ളതാണ്. എന്തായാലും ഒരു 10:30 അതൊക്കെ അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 10:30 പ്രോസിക്യൂഷൻ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തും. അജകുമാർ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. അവരുടെ പ്രതികരണങ്ങളും നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രോസിക്യൂഷൻ ഒപ്പം തന്നെ പ്രതിഭാഗവും വാദിഭാഗവും രണ്ടു കൂട്ടരും ഇന്ന് ഈ കോടതി ഹാളിൽ എത്തും. ഇവരുടെ കഴിഞ്ഞ കുറേ നാളുകളായുള്ള നീണ്ടു നിൽക്കുന്ന വാദത്തിന് ജഡ്ജ് ഇന്ന് അതിന്റെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അത് ഒരു 11-11:30 മണിയോടുകൂടി അതിന്റെ ഒരു ഫൈനൽ ചിത്രം എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേയധികം വെല്ലുവിളികളും അതോടൊപ്പം തന്നെ അതിജീവിതയുടെ പോരാട്ടവും കേസിന്റെ സങ്കീർണമായ നാൾവഴികളും ഒക്കെ നിറഞ്ഞ ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് ജില്ലാ ജഡ്ജി ഹണിയം വർഗീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് വിധി പറയും എന്നത് തന്നെയാണ് നേരത്തെ നൗഫലും ജിൽസിയും ഒക്കെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ്, ആ ഒരു വിധിയിലേക്ക് എത്താനുള്ള ഒരു കാത്തിരിപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ആ ഒരു വിധിയിലേക്ക് തന്നെയാണ് നമ്മളും പ്രതീക്ഷ വെക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഷുക്കൂർ കൂടി ചേരുന്നുണ്ട്. ഷുക്കൂർ, ഈ വിചാരണയും ഈ സംഭവവും ഈ വരാൻ പോകുന്ന വിധിയും ഒക്കെ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് വരാൻ പോകുന്നത്. ഒരുപക്ഷെ ദിലീപിന് അനുകൂലമായാണ് ഈ വിധി വരുന്നതെങ്കിൽ അത് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ വിധി കൃത്യമായി അതിജീവിതയ്ക്ക് നീതി നൽകിക്കൊണ്ടുള്ള വിധിയാണെങ്കിൽ അതിന് വേറൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിധിയാണ് വരാനിരിക്കുന്നത്? നൗഫൽ, മലയാള സിനിമയെ സംബന്ധിച്ച് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചുകൂടി വളരെ സുപ്രധാനമായ ഒരു കേസാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസ്. ഈ കേസിൻ്റെ നാൾവഴികളിൽ നമ്മൾ കണ്ടത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം വലിയ തോതിലുള്ള സാമൂഹ്യ ചർച്ചകൾ നടക്കുന്നു. സ്ത്രീകളുടെ തൊഴിലിടത്തെ സ്വാതന്ത്ര്യം, അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ, അതുപോലെ തന്നെ മലയാള സിനിമാ രംഗത്ത് അലിഖിതമായ ചില നിയമങ്ങൾ,
ദിലീപ് എന്ന ശക്തി മലയാള സിനിമയിൽ ഏതൊക്കെ തലത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നു, അത് വിഹിതവും അവിഹിതവുമായ രീതിയിൽ അതെങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 8 വർഷം പുറത്തു വന്ന വിവരങ്ങളാണ്. മലയാള സിനിമയിലെ കേവലം ഒരു നടൻ മാത്രമായിരുന്നില്ല ദിലീപ്. അദ്ദേഹം അതിൻ്റെ നിർമ്മാണം, വിതരണം, അതുപോലെ തന്നെ സംവിധാനം തുടങ്ങി എല്ലാ മേഖലയിലും ഇടപെടാൻ കഴിയുന്ന, അതിനെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായ വിവരങ്ങളുള്ള, മലയാള സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച പരിചയമുള്ള കരുത്തനായ ഒരു നടനാണ് ദിലീപ്. അദ്ദേഹം പടിപടിയായി വളർന്നു വന്ന ഒരാളാണ്. അത്തരം ഒരാളെ െതിരെയാണ് ഇത്തരം ഒരു ആരോപണം വരുന്നത്. മലയാള സിനിമ വ്യവസായം തന്നെ സ്തംഭിച്ചു പോയ ഒരു കേസാണിത്. ആദ്യഘട്ടത്തിൽ ഈ കേസ് ഒതുക്കാനുള്ള വലിയ ശ്രമങ്ങൾ തന്നെ നടന്നതാണ്. നടി ആക്രമിക്കപ്പെട്ട ദിവസം നടൻ ലാലിൻ്റെ വീട്ടിൽ ആക്രമിക്കപ്പെട്ട ശേഷം നടി എത്തിയ ശേഷം തന്നെ മലയാള സിനിമയിലെ പ്രമുഖർ ഈ പെൺകുട്ടിയോട് വിളിച്ച് നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകരുത്, വലിയ പ്രതിസന്ധി മലയാള സിനിമയ്ക്ക് തന്നെ ഉണ്ടാകും, ഒപ്പം തന്നെ നിങ്ങൾ പിറകോട്ട് പോയില്ലെങ്കിൽ മലയാള സിനിമ സ്തംഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ അവരോട് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മറികടന്ന് PT തോമസ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും കൂടി പിന്തുണയുടെ ബലത്തിലാണ് അന്ന് നടി കേസുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ നടിക്കൊപ്പം നിന്ന ആളുകളെല്ലാം തന്നെ വലിയ തോതിൽ പ്രതിസന്ധി സിനിമയിലും പുറത്തും നേരിട്ടിട്ടുണ്ട്. അതെല്ലാം മറികടന്നാണ് ഇപ്പോൾ 8 വർഷത്തിന് ശേഷം ഇത്തരം ഒരു വിധി വരാൻ പോകുന്നത്. ഈ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നടൻ ദിലീപ് കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ദിലീപ് ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും രണ്ട് തരത്തിലും വലിയ ഇമ്പാക്റ്റുകൾ ഈ കേസ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാമൂഹികമായി അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റെപ്പും വലിയ തോതിൽ സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സമൂഹം വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് ഒരു നിയമവ്യവസ്ഥ തീരുമാനിക്കാൻ പോകുന്നതേയുള്ളൂ. അതിനു മുമ്പ് തന്നെ സമൂഹം അദ്ദേഹത്തെ ഒരു കുറ്റവാളി എന്ന രീതിയിൽ പല ഘട്ടത്തിലും വിചാരണ ചെയ്തു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഇനിയിപ്പോൾ വിധി വരാൻ പോവുകയാണ്. ദിലീപ് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് മലയാള സിനിമയെ എന്തായാലും ഒന്നുകൂടി പിടിച്ചു കുലുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതല്ല, അദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ അത് രണ്ട് തരത്തിലുള്ള ഇമ്പാക്റ്റുകളാണ്. ഒന്ന്, സിനിമയെ സംബന്ധിച്ച് സിനിമാ സമൂഹം മൊത്തമായി ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ നിന്നു എന്ന് പറയാനാകില്ല. കാരണം സിനിമയിൽ വലിയ ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ നിയന്ത്രിക്കുന്ന ഒരു നടനാണ് ദിലീപ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആശ്രയിച്ച് വലിയൊരു സന്നാഹം തന്നെ സിനിമയിലുണ്ട്. അവർക്കെല്ലാം ദിലീപിനെതിരായ കേസ് ഒരു വലിയ ആഘാതമാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളും അനുഭാവികളും ഒപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്ന് പലതരത്തിലുള്ള സഹായങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്നവരുമായ നിരവധി പേർ അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ, ഈ കേസിൽ നിന്ന് അദ്ദേഹം ഊരിപ്പോരുകയാണെങ്കിൽ അത് മലയാള സിനിമയിലെ ആ ഒരു വിഭാഗത്തിന് വലിയ ആശ്വാസം പകരുന്നതായിരിക്കും. എന്നാൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്ന ആ സമയം നടിയെ സംബന്ധിച്ച് അതൊരു വലിയ ആഘാതമായിരിക്കും. അവരെ പിന്തുണക്കുന്നവരെ സംബന്ധിച്ച് അതൊരു വലിയ ആഘാതമായിരിക്കും. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, അതുപോലെ തൊഴിലിടങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് വീണ്ടും ചില പ്രതിസന്ധികൾ രൂപപ്പെടുത്തുമെന്നുള്ളതാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ നമുക്കത് വിലയിരുത്താവുന്ന ഒരു കാര്യം.